നമസ്കാരം. എല്ലാ NTV പ്രേക്ഷകർക്കും നിങ്ങളുടെ ഇന്ന് എന്ന പ്രോഗ്രാമിലേക്ക് സുസ്വാഗതം. ഇന്ന് 2025 മെയ് മാസം 19-ാം തീയതി 1200-ാം ആണ്ട് ഇടവ മാസം 5-ാം തീയതി തിങ്കളാഴ്ച. തിങ്കളാഴ്ചയാണ്. തിരുവോണം നക്ഷത്രമാണ്. തിരുവോണ നക്ഷത്രം ശുഭനക്ഷത്രമാണ്. തിങ്കളാഴ്ചയാണ്. ചന്ദ്രൻ്റെ ദിവസം. ഒരു ഗ്രഹങ്ങളോടും ശത്രുതയില്ലാത്ത ഒരേ ഒരു ഗ്രഹമാണ് ചന്ദ്രൻ. ആ ചന്ദ്രൻ്റെ ദിവസമാണ്. അതുപോലെ ഇന്നത്തെ നക്ഷത്രവും തിരുവോണ നക്ഷത്രം ശുഭനക്ഷത്രമാണ്. അപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങൾക്കും കൊള്ളാവുന്ന ദിവസമാണ്. ഒരു ആഴ്ച ആരംഭമാണ്. ഇന്നത്തെ ദിവസം ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോൾ തടസ്സം കുറയും. അതുപോലെ തടസ്സം വന്നാലും ഇറങ്ങുന്ന കാര്യങ്ങൾ വിജയിക്കും. അതുകൊണ്ട് ഓരോ കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോവുക. അതേപോലെ തന്നെ ഇടവ മാസത്തിലെ തിരുവോണ നക്ഷത്രം ബർത്ത്ഡേ വന്നിട്ടുള്ളവർക്ക് ഒരു വർഷത്തെ ഫലത്തെയാണ് ബർത്ത്ഡേയിലൂടെ ചിന്തിക്കുന്നത്. വാർഷിക ഫലത്തെ ചിന്തിക്കുമ്പോൾ നമുക്കൊരു വർഷത്തെ ഫലത്തെ ചിന്തിക്കുമ്പോൾ വളരെ ഭാഗ്യദായകമായ ഒരു വർഷമാണ് നിങ്ങൾക്കെന്നറിയുക. എന്തൊക്കെ തടസ്സങ്ങളുണ്ടെങ്കിലും ഇപ്പോൾ ശരിക്കും തിരുവോണ നക്ഷത്രക്കാർക്ക് 7 ശനി തീർന്നു. വ്യാഴം 6-ലേക്ക് വരികയാണ്. ഒക്കെ ആണെങ്കിൽ പോലും ഈ ബർത്ത്ഡേ വന്നിട്ടുള്ള തിങ്കളാഴ്ച ബർത്ത്ഡേ വന്നിട്ടുള്ള നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ വിജയിക്കും ഇറങ്ങിയാൽ. പ്രത്യേകിച്ച് വീട് വെക്കാനോ അതുപോലെ വാഹനം വാങ്ങാനോ ശ്രമിക്കുന്നവർക്ക്, ചിലരുടെ വീട് വയ്ക്കാൻ വേണ്ടി ശ്രമിച്ചു ഒരു കാരണവശാലും വീട് വെപ്പ് നടക്കില്ല. നിങ്ങൾ ഇറങ്ങുക, ഈ വർഷം നിങ്ങൾക്ക് വീട് വയ്ക്കാൻ പറ്റും. വാഹനം വാങ്ങാൻ ശ്രമിക്കുന്നവർ, വാഹനം വാങ്ങാൻ പറ്റാതിരിക്കുന്നവർക്ക് നിങ്ങൾ ഇറങ്ങുക, വിജയിക്കും. അതുപോലെ തന്നെ വസ്തു വാങ്ങാനോ അതുപോലെയുള്ള വീട് വെക്കാനോ ഒക്കെ കൊള്ളാം. അതുപോലെ വിദേശത്ത് യാത്ര ചെയ്യാൻ ശ്രമിക്കുന്നവർ, വിദേശത്ത് പോകാൻ എത്ര ശ്രമിച്ചിട്ട് നടക്കുന്നില്ല. അതുപോലെ വിദേശത്തിരിക്കുന്നവർ മറ്റൊരു സ്ഥലത്തേക്ക് മൈഗ്രേറ്റ് ചെയ്ത് പോകാൻ നല്ല ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടി ശ്രമിക്കുന്നത് നടക്കുന്നില്ല. നിങ്ങൾക്ക് അനുകൂലപ്രദമായ ഒരു വർഷമാണെന്നറിയുക. ഇതിനൊക്കെ ശ്രമിച്ചാൽ ഫലവത്തായി വരും. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി മേന്മയുണ്ടാവും, കുറച്ചുകൂടി സന്തോഷം ഉണ്ടാവും, സമാധാനത്തെ തരുന്ന ഒരു വർഷമാണെന്ന് അറിയുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇത്തരം കാര്യങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട് ശ്രമം തുടരണം. ഇന്നത്തെ ദിവസവും ഓരോ കാര്യങ്ങൾക്ക് ഇറങ്ങുമ്പോഴും നമുക്ക് രാഹുകാല സമയം നോക്കി ഇറങ്ങണം. ഓരോ ദിവസവും രാഹുകാലം ഉണ്ട്, വ്യത്യസ്ത സമയത്താണ്. നമ്മൾ രാഹുകാലത്തിനും ഗുളികകാലത്തിനും യമകണ്ഠ കാലത്തിനും പ്രാധാന്യം കൊടുക്കുന്നത്. ഇതൊക്കെ ചില കാര്യങ്ങൾക്ക് നെഗറ്റീവ് ചെയ്യും. അതിൽ രാഹുകാലം യാത്രയ്ക്ക് മാത്രമേ ബാധകമുള്ളൂ. രാവിലെ 7:30 മണി മുതൽ 9 മണി വരെ എന്ന് കലണ്ടറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും 7:30 മണിക്ക് രാഹുകാലം തുടങ്ങൂല. 7:40 10 മിനിറ്റ് കഴിഞ്ഞ് തുടങ്ങുള്ളൂ. 7:40 തൊട്ട് 9:14 വരെ ഉണ്ട്. അപ്പോൾ 9 മണിക്ക് രാഹുകാലം തീർന്നു എന്ന് പറഞ്ഞ് ഇറങ്ങരുത്. 9:14 വരെ വെയിറ്റ് ചെയ്യണം. ശുഭകാര്യങ്ങൾക്ക് പോകുമ്പോഴാണ്, രാവിലെ ജോലിക്ക് പോകുമ്പോഴും അതുപോലെ എന്തെങ്കിലും ശുഭകാര്യത്തിന് ഇറങ്ങാൻ പോകുമ്പോൾ ശ്രദ്ധിച്ച് യാത്ര ചെയ്യണം. അതേപോലെ തന്നെ യമകണ്ഠകാല സമയവും ഗുളികകാല സമയവും ഒരു ശുഭകാര്യങ്ങൾക്കും എടുക്കരുത്, എത്ര നല്ല ദിവസമായാലും. അതിൽ ഗുളികകാല സമയം വരുന്നത് ശരിക്കും 1:55 തൊട്ട് 5:28 വരെയും, 1:58 തൊട്ട് 3:28 വരെയും. യമകണ്ഠകാല സമയം വരുന്നത് 10:47 തൊട്ട് 12:21 വരെയും. ഈ സമയം ഒരു ശുഭകാര്യങ്ങൾക്കും എടുക്കരുത്. അതുപോലെ ഇന്നും അഭിജിത്ത് മുഹൂർത്തം എല്ലാ ദിവസവും ഉണ്ട്. ഇന്ന് അഭിജിത്ത് മുഹൂർത്തം നോക്കേണ്ട ആവശ്യമില്ല, കാരണം ഇന്നത്തെ ദിവസം നല്ല ദിവസമാണ്. അതുകൊണ്ട് ഇന്ന് കാര്യങ്ങളല്ലാതെ തന്നെ മുഹൂർത്തമുള്ള ദിവസമാണ്. ഞാൻ പറഞ്ഞ സമയങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് നമുക്ക് മുന്നോട്ട് പോയാൽ മതി. എങ്കിലും അഭിജിത്ത് മുഹൂർത്തം എടുക്കുന്നവർക്ക് 11:47 തൊട്ട് 12:45 വരെ 48 മിനിറ്റ് നേരം അഭിജിത്ത് മുഹൂർത്ത സമയമാണ്. 11:57 തൊട്ട് 12:45 വരെ. ഈ സമയം നമുക്ക് വളരെ പോസിറ്റീവ് ആയിട്ടുള്ള സമയമാണ്.
അതുപോലെ തന്നെ ഇന്നും ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോൾ വസ്ത്രധാരണത്തിന് പ്രാധാന്യം കൊടുക്കണം. പേളിൻ്റെ കളറിലുള്ളതോ വെളുത്ത കളറിലുള്ളതോ വസ്ത്രധാരണത്തിൽ ഉൾപ്പെടുത്തുക. കാരണം പ്രപഞ്ചത്തിൽ പോസിറ്റീവ് എനർജി ഉണ്ട് ആ ഗ്രഹത്തിൻ്റെ അധീനത്തിലാണ് ആ ദിവസം. അതുകൊണ്ട് ആ ഗ്രഹത്തിൻ്റെ പോസിറ്റീവ് എനർജി നമ്മളിലേക്ക് ആഗിരണം ചെയ്യാൻ വേണ്ടി വസ്ത്രധാരണം ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ ഒരു വെളുത്തതോ അല്ലെങ്കിൽ പേളിൻ്റെ കളറിലുള്ളതോ ആയിട്ടുള്ള ഒരു കർച്ചീപ്പ് കയ്യിൽ കരുതുന്നത് ഉത്തമമായിരിക്കും. അപ്പോൾ ഇന്നത്തെ ദിവസം എല്ലാവർക്കും ഐശ്വര്യം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.